വണ്ടിക്ക് എന്ത് സംഭവിച്ചത്? രാവിലെ 5 മണിക്കാണ് വിട്ടത്. നേരെ പള്ളിക്കര എത്തുമ്പം വണ്ടി കുറച്ച് സ്ലോ ആയി. പിന്നെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. സൈഡാക്കിയിട്ടാണ് പിന്നെ 6 മണിക്ക് 5:45 സമയത്ത് എന്നെ വിളിക്കുന്നത്. റണ്ണിങ്ങിൽ ഓഫ് ആയതാ? റണ്ണിങ്ങിൽ തന്നെ ഓഫായി പോയി. പിന്നെ ഓണാന്നില്ല അത്. പിന്നെ സൈഡ് അങ്ങനെ സൈഡാക്കിയിട്ട് പിന്നെ നിന്നെ വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ്. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടാകുന്നില്ല. പെട്രോളിൻ്റെ പമ്പിൻ്റെ ടാങ്കിനകത്ത് നിന്ന് ഒരു മൂളിച്ച കേൾക്കുന്നുണ്ട്. നോക്കാം എന്താണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ ഈക്കോൻ്റെ പെട്രോള് എത്താത്തൊരു പ്രോബ്ലമാണ്, കംപ്ലൈൻ്റ് ആണ്. വഴിയിൽ കിടന്ന വണ്ടിയാണ്, വലിച്ചു കൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവാത്തതാണ് കംപ്ലൈൻറ്റ്. പെട്രോൾ വരുന്നുണ്ട്, പക്ഷേ പെട്രോൾ കറക്റ്റ് വരുന്നില്ല. പ്രഷറിൽ വരണം, പ്രഷറിൽ വരുന്നില്ല. അതെന്താ നമുക്കിന്ന് നോക്കണം. പമ്പാണ് കംപ്ലൈൻറ്റ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ടാങ്ക് അയച്ചിട്ട് നമ്മൾ നോക്കണം പമ്പ് കംപ്ലൈൻറ്റ്. നമുക്ക് എൻജിനിലേക്ക് പെട്രോളിൻ്റെ പ്രഷർ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ഇഞ്ചക്ടറിലേക്ക് പോകുന്ന റെയിലിൻ്റെ അടുത്ത് ഒരു പൈപ്പ് ഉണ്ട്. ആ റബ്ബർ പൈപ്പ് അയച്ചെടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തൊന്ന് കീ ഓൺ ചെയ്ത് നോക്കാം. പെട്രോൾ വരുന്നുണ്ട്, പക്ഷേ പെട്രോളിന് പ്രഷറില്ല. നല്ല പ്രഷറിൽ വരണം പെട്രോൾ, എന്നാൽ മാത്രമേ നമുക്ക് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ ഇഞ്ചക്ടറിന്. അപ്പോൾ ഇത് മോട്ടർ കംപ്ലൈൻ്റ് ആണ്, നമുക്ക് മോട്ടർ മാറ്റേണ്ടി വരും. മോട്ടർ ചേഞ്ച് ആക്കേണ്ടി വരും. അയച്ചെടുക്കണം. ടാങ്കിൽ മെയിൻ റിട്ടേൺ ബ്രീത്തർ പൈപ്പ്, പിന്നെ നമ്മളെ പെട്രോൾ അടിക്കുന്ന പൈപ്പ്, പിന്നെ ഒരു 4 ബോൾട്ട് ഉണ്ടാവും. പിന്നെ നമ്മളെ ഫ്യൂൽ പമ്പിൻ്റെ സോക്കറ്റ് ഉണ്ട്, ആ സോക്കറ്റ് അയക്കണം. ഇത്രയും കാര്യങ്ങൾ അയച്ചാൽ നമുക്ക് ടാങ്ക് പുറത്തേക്ക് അയച്ചെടുക്കാൻ വേണ്ടി പറ്റും. ടാങ്ക് അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടാങ്കിൻ്റെ ഫ്യൂൽ പമ്പ് ഇരിക്കുന്ന ഭാഗത്തുള്ള പൊടികളൊക്കെ ഒന്ന് ഒഴിവാക്കണം. കാരണം ഫ്യൂൽ പമ്പ് അയക്കുമ്പോൾ പൊടികളൊക്കെ ടാങ്കിനകത്തേക്ക് വീഴും. അതുകൊണ്ട് പൊടികളൊക്കെ ഒന്ന് പ്രഷർ എടുത്ത് ഒന്ന് ഒഴിവാക്കാം. ഫ്യൂൽ പമ്പ് അയക്കാൻ വേണ്ടി 10ൻ്റെ റൗണ്ടിൽ ആ പ്ലേറ്റിനും ബോൾട്ടുകൾ കാണാം. പിന്നെ അതിൻ്റെ പൈപ്പും ക്ലിപ്പും കാര്യങ്ങളൊക്കെ അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പ്രസ്സിങ് മാത്രമേ ഉള്ളൂ, ഒന്നും അറിയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. നമുക്ക് പമ്പ് പുറത്തേക്ക് എടുക്കാം. മോട്ടർ നമുക്ക് അഴിച്ച് പുറത്തേക്ക് എടുക്കാം. ഫുള്ള് പ്ലാസ്റ്റിക്കൊക്കെയാണ്, ഡാമേജ് ആവാണ്ട് എടുക്കണം, ശ്രദ്ധിക്കണം. അടിയിൽ ഒരു ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട് ഫ്യൂൽ പമ്പിൻ്റെ അടിഭാഗത്ത്. അതിൻ്റെ പുതിയ മോട്ടറിൻ്റെ കൂടെ വരും. ഇതിപ്പോൾ നമ്മൾ ഫ്യൂൽ പമ്പ് സെറ്റ് അടക്കമല്ല മാറ്റുന്നത്, നമുക്ക് മോട്ടർ ലോക്കൽ പാർട്സ് കിട്ടും സെപ്പറേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ മാറ്റാൻ വേണ്ടി പോകുന്നത്. ലോക്ക് കാര്യങ്ങളൊക്കെ അയച്ചെടുക്കാം, ഡാമേജ് ആവാണ്ട് അയച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ മോട്ടർ
ഇതിനകത്തായിരിക്കും എന്തെങ്കിലും കുറച്ച് സ്പീഡ് കുറവോ, നമ്മളെ സീലിംഗ് ഫാനൊക്കെ സ്പീഡൊക്കെ കുറവുണ്ടാവില്ലേ, അതേപോലെ എന്തെങ്കിലും സ്പീഡ് കുറവോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതുകൊണ്ടായിരിക്കും നമുക്ക് പെട്രോള് സ്വല്പമായിട്ട് വരുന്നത്. അപ്പോൾ ഈ മോട്ടർ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ പുതിയ മോട്ടർ വാങ്ങിയിട്ടുണ്ട്. അതിന് 1598 ഡെൻസോൻ്റെ ആണ്, കമ്പനി ഡെൻസോ ആണ്. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യാൻ പുതിയ മോട്ടറിൻ്റെ കൂടെ നമുക്ക് ഫിൽറ്റർ കിട്ടീന്. പക്ഷേ അതൊരു എന്താ പറയുക, ഇതൊരു സീറ്റിങ് കറക്റ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ പഴയത് ജസ്റ്റ് പെട്രോൾ തന്നെ ക്ലീൻ ചെയ്തിട്ട് പഴയത് തന്നെ ഫിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ടാങ്കിനകത്ത് പൊടിയും കാര്യങ്ങളൊന്നുമില്ല, അവിടെ ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്യുന്നില്ല. അങ്ങനെ പമ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. രണ്ട് മെയിൻ റിട്ടേൺ പൈപ്പ് വരുന്നത് വെച്ചാൽ ജസ്റ്റ് പ്രസ്സിങ് മാത്രമാണ്. അയച്ചെടുക്കുമ്പോൾ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് അയച്ചെടുക്കുക, അത്രേ ഉള്ളൂ.
ടാങ്കിനെ ഫിറ്റ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ എണ്ണ എങ്ങനെ പ്രഷർ എങ്ങനെ നമുക്ക് നോക്കാം. ഇപ്പം നല്ല പ്രഷറിൽ എണ്ണ വരുന്നുണ്ട്. പെട്രോളിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്, കാരണം വെച്ചാൽ ഫിൽറ്റർ മാറ്റാൻ ടൈമായി. അപ്പോൾ നമുക്ക് ഫിൽറ്റർ ചേഞ്ച് ആക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അടുത്തൊരാഴ്ച അടുത്തൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ. ഇപ്പോൾ ആരെങ്കിലും വണ്ടി വഴിക്കലാവുകയാണെങ്കിൽ മെക്കാനിക്കൽ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, ഇപ്പോൾ സെൽഫ് അടിക്കുമ്പോൾ നമ്മളെ പെട്രോൾ ടാങ്കിനൊക്കെ പെട്രോൾ വണ്ടിയാണെങ്കിൽ ഒരു മൂന്നൊരു മൂളിച്ചേക്കും. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ പമ്പ് വർക്ക് ആകുന്നതെന്ന് മനസ്സിലാക്കണം.